എന്നും വിചാരിക്കും ഇന്ന് നേരത്തെ കിടന്നുറങ്ങിയിട്ട് നാളെ നേരത്തെ എണീക്കണമെന്ന്. പക്ഷെ ഒന്നും നടപ്പാവില്ല. ഇന്നും ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഇന്ന് രാവിലെ ദോശയും കൊള്ളിക്കറിയായിരുന്നു. ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊള്ളി എന്ന് പറയും, കപ്പ ആ സാധനം. അങ്ങനെ അതൊക്കെ വേഗം നന്നാക്കി അതിൻ്റെ ഇടയിൽ കൂടെ ചായ വെച്ചു. ഏട്ടനൊക്കെ ചായ കൊടുത്തു. ചായ വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്താണ് ഏട്ടൻ എന്തോ വന്ന് ചോദിക്കുന്നത്. എപ്പോഴും ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചായ കുടിക്കലും അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ കൊള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ഭയങ്കര എളുപ്പമുള്ളൊരു കൊള്ളിക്കറിയാണ്. അതിൻ്റെ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു കൊള്ളിക്കറിയാണ്. ആദ്യം കുഞ്ഞിതാക്കി നല്ലോണം കൊള്ളി വേവിച്ചെടുക്കുക. ഇവിടെ എല്ലാവർക്കും നല്ലോണം ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പാണ് ഇഷ്ടം. അപ്പം ഞാൻ നല്ലോണം വിസിലടിക്കും. അതിനുശേഷം പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ നല്ലോണം അരിഞ്ഞു വയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ ഉച്ചക്കലത്തേക്കുള്ള മോര് കറിക്കുള്ള കുമ്പളങ്ങയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കൊള്ളിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചു. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിനുശേഷം നല്ലോണം ഈ സവാളയും ഇഞ്ചിയും പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. ഞാൻ കൊള്ളി വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഇങ്ങനെ വഴറ്റി വരുമ്പോൾ ഈ കൊള്ളിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഉടച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണേ. നമുക്ക് ഭൂരിയുടെയൊക്കെ കൂടെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാവില്ലേ, അതിന് പകരമായിട്ട് ഈ കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേഗം തന്നെ പാത്രങ്ങളൊക്കെ നേരത്തെ കഴുകി ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് രണ്ടാമത് പാത്രങ്ങളൊക്കെ കഴുകി സിങ്കൊക്കെ കഴുകിയിട്ടു. പാത്രങ്ങൾ എത്ര കഴുകിയാലും തീരില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അപ്പം തന്നെ കൈയോടുകൂടി അവിടെയൊക്കെ തുടച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെയും വന്നുമ്പോൾ പിന്നെയും കൂടുതൽ മെസ്സാവുള്ളൂ. അപ്പോൾ ജോലി ചെയ്യണതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മോര് കറി ഉണ്ടാക്കി. മോര് കറിക്ക് കടുക് വറുത്തിട്ടു. പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് ദോശച്ചട്ടി വെച്ചു. ദോശയൊക്കെ ഉണ്ടാക്കി വേഗം ഭൂമിക്ക് ദോശ കൊടുത്തു. ഭൂമി രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേഗം ദോശയൊക്കെ കൊടുത്തിട്ട് അംഗനവാടിയിലേക്ക് പോകാൻ റെഡിയാക്കി. അങ്ങനെ അച്ഛനും മോളും കൂടി അംഗനവാടിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിന്നു. അതിൻ്റെ ഇടയിൽ എന്തോ ഇങ്ങനെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ഒരു പൗച്ച് അവളുടെ കയ്യിലുണ്ട്, അതെനിക്ക് വേണം കൊണ്ടുപോകാനെന്നും പറഞ്ഞിട്ട് അതും കൊണ്ടുപോയി. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് അലക്കിയതൊക്കെ വിരിച്ചിടാനുണ്ടായിരുന്നു മുകളിൽ കൊണ്ടുപോയിട്ട്. അങ്ങനെ ഞാൻ മുകളിൽ പോയി അലക്കിയതൊക്കെ വിരിച്ചിട്ടു. പക്ഷേ ഇന്നൊരു എന്താ പറയുക, മഴക്കാറുള്ളൊരു ദിവസം പോലെയാണ്.